എല്ലാവർക്കും പത്തരമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുക നന്ദാവനത്തിൽ എല്ലാവരും കൂടെ വിഷുക്കണിക്ക് ഒരുക്കുന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്കും നവ്യ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി നിൻ്റെ മുഖത്ത് ഒരു തെളിച്ചയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നന്ദുവിനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ് ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയനയും ചോദിക്കുന്നുണ്ട്, ഒന്നുമില്ല എന്നില്ല, എന്താ പറ്റിയത്, കാര്യം എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കനകയും പറയുന്നുണ്ട്, അതിനിപ്പോൾ അവിടെ ക്യാമ്പിലേക്ക് പോകുന്നില്ലേ, അതിൻ്റെ വിഷമമാണ് അല്ലേ മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതെ, പിന്നെ വിഷമം കാണാതിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളെയൊക്കെ വിട്ടിട്ട് ആദ്യമായിട്ടല്ലേ ഞാൻ മാറി നിൽക്കുന്നത്, അതിൻ്റെ ഒരു വിഷമമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയന പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നീ പോകണ്ട, നീ ഇപ്പോൾ പോലീസ് യൂണിഫോം ഇടണമെന്ന് ആർക്കും ഒരു താല്പര്യമില്ല, ഞങ്ങൾക്കൊക്കെ പേടി തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, ഒന്ന് പോ നയനെ, എന്തായാലും അവൾ ആഗ്രഹിച്ചതല്ലേ, അവൾ പൊയ്ക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീ യൂണിഫോം ഇട്ടിട്ട് വേണം എനിക്ക് ഒന്ന് രണ്ട് പേർക്ക് കൊടുക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. വേറെ ആർക്കും അല്ല, ഒന്നെൻ്റെ അമ്മായിയമ്മയ്ക്കും, പിന്നെ അബി ഇപ്പം എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം വല്ല കള്ളത്തരം ഉണ്ടെങ്കിൽ അവനും കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും എന്നിട്ട് അവരെല്ലാവരും കൂടി നിന്ന് വിഷുക്കണി ഒരുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യുക. അപ്പോഴത്തേക്കും നന്ദുവിനൊരു മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. അനിയാണ് മെസ്സേജ് അയക്കുന്നത്, നീ എന്തായാലും വിഷുവായിട്ട് നിനക്കൊരു മരണ വാർത്ത കേൾക്കാം, നീ ഒന്ന് ഉത്സാഹിച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇത് കാണുമ്പോൾ നന്ദുവിന് ഭയങ്കരമായിട്ട് വിഷമാവാനായിട്ട് ചെയ്യും. എന്തായാലും അനി അങ്ങനെ വെറും വാക്ക് പറയില്ലല്ലോ, ഇവ എന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നയനെ കാണുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ആരാ നിനക്ക് മെസ്സേജ് അയച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതെൻ്റെ ഫ്രണ്ട്സാണ്, അല്ല വിഷുവായിട്ട് നമ്മളെല്ലാവരും കൂടെ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് നയന, ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നീ ഒരു പാർട്ടിക്കും പോകണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നവ്യ ചോദിക്കുന്നുണ്ട്, ആ കൂട്ടത്തിൽ അനിയും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇല്ല, അനിയൊന്നുമില്ല, എൻ്റെ ഫ്രണ്ട്സും വേറെ കുറേ ഫ്രണ്ട്സൊക്കെ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും കനക പറയുന്നുണ്ട്, ഈ രാത്രിയിൽ എന്തായാലും നീ ഒരിടത്തോട്ടും പോകണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യ പറയാണ്, അവിടെ വേണമെങ്കിൽ പൊയ്ക്കോട്ടെ, അനിയൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്തും ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. നന്ദു ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എന്നിട്ട് നവ്യ പിന്നെയും പറയുന്നുണ്ട്, എന്തായാലും പൊയ്ക്കോട്ടെ, അവളെങ്ങനെ ഇപ്പോൾ രാത്രി പോയാലും വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, അവളെ ആരെങ്കിലും ഇങ്ങോട്ട് ഉപദ്രവിക്കുന്ന അവരെ ഇടിച്ച് ചമ്മന്തിയാക്കിയല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കനക പറയുന്നുണ്ട്, ഇങ്ങനെ എപ്പോഴും അങ്ങനെ ഇരിക്കണമെന്നില്ലല്ലോ, ഒരു പ്രാവശ്യം ഗോഡൗണിൽ ഇവളെ തലയ്ക്ക് അടിച്ചിട്ടിരുന്നതാ, പിന്നെ ആദർശ രക്ഷപ്പെടുത്തിയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദു അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് തന്നെ അനിയും കാണിക്കുന്നുണ്ട് കേട്ടോ. അനി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നന്ദവനത്തിൽ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പുറത്ത് ആരോ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയനെ ചോദിക്കുന്നുണ്ട്, ആരാ നിൻ്റെ ഫ്രണ്ട്സാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാണ്, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അങ്ങ് വെളിയിലേക്ക് വരികയാണ് ചെയ്യുക. അപ്പോഴത്തേക്കും അവർ ഫ്രണ്ട്സാണ് കേട്ടോ വന്നത്. വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താ വരാത്തത്, അവിടെ അനി ഭയങ്കര കലിപ്പിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാണ്, ഞാൻ എന്തായാലും വരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയാണ്, നീ വന്നില്ലെങ്കിൽ പ്രശ്നവും, അനി ഇപ്പം തന്നെ ആകെ വയലൻ്റായിട്ട് ഇരിക്കുകയാണ്, അതുപോലെ തന്നെ ഇപ്പം മദ്യം വേണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നത്, ഞങ്ങളാണെങ്കിൽ ഇടയ്ക്കൊക്കെ മദ്യപിക്കുന്നത്, പക്ഷേ അവനാണെങ്കിൽ അങ്ങനെ ശീലമില്ലാത്തതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയണേ, നിങ്ങളാണോ ഫ്രണ്ട്സ്, എന്തായാലും അവ അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞ് തിരുത്തിയല്ലേ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയണേ, ഞങ്ങൾ പറഞ്ഞാലൊന്നും കേൾക്കില്ല, നിന്നെ കണ്ടാലേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവ അവിടെ ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയാം, എന്നെ എന്തായാലും ഇവിടെ നിന്ന് വിടില്ല, ഇവിടെ ആകെ പ്രശ്നമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളൊന്നൊന്ന് സംസാരിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെയും കൂട്ടി അകത്തേക്ക് വരികയാണ്. എന്നിട്ട് വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ. കനക ചോദിക്കുകയാണ്, എന്താ രണ്ടും കൂടി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അല്ല നാളെ ഇവൾ പോവേയല്ലേ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ കനക ചോദിക്കുക, അതിനിപ്പോൾ എന്താ, അതിനിപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ പിടിച്ച് നിർത്തണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അല്ല നമ്മളെല്ലാവരും കൂടെ അവിടെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെ വിളിക്കാനാണ് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പോകുന്നതുകൊണ്ട് നമ്മൾ ഒന്ന് ഫുഡൊക്കെ കഴിച്ച് പിരിയാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എല്ലാം ഒരുക്കി വെച്ചിട്ട് ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അതിനെ ചോദിക്കുന്നുണ്ട്, ഏതാ ഞങ്ങളെന്ന് പറയുന്ന അനിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവരൊന്ന് പേടിച്ച് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരാൾ പറയുന്നുണ്ട്, ഇല്ല അനി ആ പരിസരത്ത് പോലും വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ട്, ഇവർ നേരത്തെ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞതാ, ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കനക പറയുന്നുണ്ട്, ഈ രാത്രിയിലാണോ ഇനിയിപ്പം പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്.
അപ്പോഴത്തേക്കും കനക പറയുന്നുണ്ട്, എന്തായാലും ഈ രാത്രി എങ്ങോട്ടും പോകണ്ട, നിന്നോടൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് പാരാത്രി വിളിച്ചുകൊണ്ട് പോവില്ലെന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദു പറയണേ, എന്താ അമ്മ ഇത്, ഞാൻ ഒരു എസ് ഐ ആവാൻ പോണ പെൺകുട്ടിയല്ലേ, അതുകൊണ്ട് ഞാൻ എന്തായാലും ഒന്ന് പോയിട്ട് വരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, എൻ്റെ സമ്മതത്തോടെ എന്തായാലും നീ പോകണ്ട എന്നൊക്കെ ഇങ്ങനെ കനക കടുപ്പിച്ച് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നവി ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ഒന്ന് പോയിട്ട് വരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും നയനയും പറയുന്നുണ്ട്, അമ്മ എന്തായാലും അവളൊന്ന് പോയിട്ട് വരട്ടെ, എന്നിട്ട് പറയാണ് പെട്ടെന്ന് വരണം, നാളെ വിഷുവാണ്, അവളങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കൊണ്ടൊന്നും നടക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദു ഭയങ്കര സന്തോഷമാവുകയാണ്. നന്ദു ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഒന്ന് പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വരാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അടുത്ത ഫ്രണ്ട്സ് നയനയോട് പറയാണ്, ചേച്ചി ഭയങ്കര ഡിസൈനർ ഇതൊക്കെ അല്ലേ, അതേപോലെ തന്നെ ശമ്പളക്കാരി ആയല്ലോ, നാളെ ഞങ്ങൾ വരുന്നുണ്ട് കൈനീട്ടം വാങ്ങിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയന പറയാണ്, ഓടി ഇങ്ങോട്ട് വന്നോ, ഞാൻ ചൂരലെടുത്ത് വെച്ചിട്ടുണ്ട്, കയ്യിൽ തന്നെ തരാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും അവർ പറയുന്നുണ്ട്, അയ്യോ ഞങ്ങൾക്ക് വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോവേണ്ട കേട്ടോ ചെയ്യാം. എന്നിട്ട് അപ്പോഴത്തേക്കും കനക പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അനി അവിടെ കാത്തിരിപ്പുണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എന്തോ അമ്മ ഒന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ നൈനി പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയാണ്, മോൾ എന്തായാലും ഒന്ന് ആദർശിനെ വിളിച്ച് നോക്ക്, എന്നിട്ട് അനി അവിടെ ഉണ്ടോ എന്നൊന്ന് തിരക്കി നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അടുത്തായിട്ട് നയനയും ആദർശിനെയാണ് കേട്ടോ കാണിക്കുക. അപ്പോഴത്തേക്കും നയന ഫോൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദർശ് എടുത്തിട്ട് ചോദിക്കുകയാണ്, നീ ഹാപ്പി വിഷു പറയാനാണോ വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയുകയാണെ, ഇല്ല അതാണെങ്കിൽ ഞാൻ നാളെ പറഞ്ഞോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. വിഷു ഒരുക്കങ്ങൾ എവിടം വരെ എത്തി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ആദർശ് പറയുന്നുണ്ട്, നാളെ വിഷുക്കണിയായിട്ട് എനിക്ക് എൻ്റെ ഭാര്യയെ കാണാൻ പറ്റത്തില്ല, ഒരുപാട് വിഷമമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പറയണേ, ഇന്നും വിഷു ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ എന്നെ കാണണമെന്നും താല്പര്യമൊന്നും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയാണ്, അന്നത്തെ ബുധനായ ഭാര്യയല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആദർശ് ചുമ്മാ കളിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയന ചോദിക്കുന്നുണ്ട്, എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, നീ ഇപ്പോൾ എന്താ വിളിച്ചതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അനി അവിടെ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറയണം, ഇവിടെയൊന്നും കാണാനില്ല, അവൻ്റെ വണ്ടിയും ഇവിടെയൊന്നും കാണാനില്ല, അവൻ മിക്കവാറും പുറത്ത് പോയി കാണും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ചോദിക്കുകയാണ്, എന്താ നീ അങ്ങനെ ചോദിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല നന്ദു പുറത്ത് പോയി അവളുടെ ഫ്രണ്ട്സിനോടൊപ്പം പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി അനിയക്കും കൂടെ കാണാനാണോ പോയെന്നറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഈ രാത്രിയിലാണോ നന്ദുവിനെ പറഞ്ഞു വിടുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എല്ലാവരുടെ ഫ്രണ്ട്സ് വന്ന് വിളിച്ചുകൊണ്ട് പോയി, ഇനിയിപ്പം മറ്റന്നാൾ അവളങ്ങ് പോവുകയല്ലേ, പിന്നെ ഇനി അവളെ കാണാൻ പറ്റില്ലല്ലോ, അതിൻ്റെ പാർട്ടിയാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് പോയത്, പിന്നെ നമ്മളെന്ത് പറയാനാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ എന്തായാലും അനിയും കൂടെ ഒന്ന് ഉപദേശിക്കണം, കാര്യം ഞാനും അമ്മയൊക്കെ ഇവിടെ നന്ദുവിന് നല്ല രീതിയിൽ പറയുന്നുണ്ട്, പക്ഷേ എങ്കിൽ പോലും അത് എത്രത്തോളം എഫക്റ്റീവാണെന്ന് നമുക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് പറയുകയാണ്, കല്യാണത്തിന് മുമ്പ് അനി ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞതല്ലേ, എന്നിട്ട് അവന് ഇഷ്ടമില്ലാത്ത വിവാഹമല്ലേ നമ്മൾ കഴിപ്പിച്ചത്, അതിൻ്റെ ഒരു ദേഷ്യം എന്തായാലും അവന് നമ്മളോടൊപ്പം ഉണ്ട്, ആ ഒരു ഇത് കൊണ്ട് അവ അനുസരിക്കുന്നു ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും അവ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ നന്ദുവിനെ കാണാൻ തന്നെയായിരിക്കും അവനും പോയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആദർശ് ഫോൺ കട്ട് ചെയ്യണം കേട്ടോ ചെയ്യുക. അപ്പം നയന ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. അടുത്തായിട്ട് അനിയും ഫ്രണ്ട്സിനെയൊക്കെയാണ് കേട്ടോ കാണിക്കുക. അപ്പോഴത്തേക്കും അനി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കും രകേഷ് വന്നിട്ട് പറയുന്നുണ്ട്, നീ കാത്തിരുന്ന് ആളെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദുവിനെ കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് ചെയ്യുക. അപ്പോഴത്തേക്കും ഒരു ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്, നീ ഇതിൻ്റെ ഇടയ്ക്ക് ലിക്കറൊന്നും എടുത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, എനിക്ക് അങ്ങനത്തെ ശീലമൊന്നുമില്ല, പിന്നെ ആദ്യമായിട്ട് ഞാൻ കഴിക്കുന്നത് എവളെന്നെ വിഷമിപ്പിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയണത്, നീ ഇപ്പം എന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുമ്പോൾ, അതിനെക്കാട്ടി ഏറെ നീ എന്നെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോഴത്തേക്കും ഫ്രണ്ട്സ് പറയുന്നുണ്ട്, ഇവരെ വിഷമം ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കട്ടെ, നമുക്ക് എന്തെങ്കിലും പുറത്ത് പോയി നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും പെട്ടെന്ന് പോകണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് പറയും, നീ ഇനിയിപ്പോൾ ട്രെയിനിങ് ക്യാമ്പിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തരിശായി പോവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയണേ, ഏത് നേരത്താണോ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ തോന്നിയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ നല്ല സമയത്താണ് എനിക്ക് നിന്നെ സ്നേഹിക്കാൻ തോന്നിയത്, പക്ഷേ പിന്നീട് ഒരു നല്ല സമയത്ത് നീ എന്നോടൊപ്പം നിന്നതുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നീ തന്നെയല്ലേ എന്നോടുള്ള സ്നേഹം മറച്ചു വെച്ചിട്ട് എന്നൊരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ നീ ഇങ്ങനെ പറഞ്ഞത്, അത് തന്നെ എല്ലാത്തിനും കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ തമ്മിലുള്ള കല്യാണം നടന്നില്ലെങ്കിലും ഞാൻ അനാമികയായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട് കേട്ടോ.
അപ്പോഴത്തേക്ക് നന്ദു പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനി പറയാണ്, അങ്ങനെ ഇപ്പോൾ ഞാൻ നിന്നെ വിടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പോയി ഡോറൊക്കെ കുറ്റിയിടുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദു അങ്ങനെ ടെൻഷൻ ആവുകയാണ് ചെയ്യുക. അപ്പോഴത്തേക്കും നന്ദു ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ ഭാവം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, അല്ലെങ്കിൽ തന്നെ നിന്നെപ്പോലുള്ള ഒരു പെൺകുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറാൻ എന്നെ കൊണ്ട് പറ്റുമോ, അതിനുള്ള ആരോഗ്യം എനിക്കുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നന്ദു ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറ്റിയിട്ട് നീ ഇറങ്ങി ഓടാതിരിക്കാനാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ എല്ലാവരും എതിർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിൻ്റെ വല്യമ്മയ്ക്ക് എനിക്ക് ശക്തമായിട്ടുള്ള ഉപദേശമാണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അവരൊക്കെ അനാമികയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അവരൊക്കെ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ സ്നേഹം അവളോടും ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആദർശനെ പോലെ തന്നെയാണ് വല്യമ്മയ്ക്ക് എന്നെയും. അതുകൊണ്ട് എൻ്റെ ജീവിതം തകരുന്നത് ഒരിക്കലും വല്യമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്തായാലും നമുക്കൊരിക്കലും ഒരുമിക്കാൻ കഴിയില്ല. പിന്നെ ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ളവർ എൻ്റെ തല തിന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നയനേച്ചി പോലും എന്നെ ഇപ്പം കുറ്റം പറഞ്ഞുകൊണ്ടായിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനി പറയുന്നുണ്ട്, ഇനി ആരൊക്കെ എതിർത്താലും നമ്മൾ തമ്മിൽ ഒന്നിക്കും എന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നീ എങ്ങനെ ഒരുമിക്കുന്നതാണ് നീ പറയുന്നത്, അതൊന്നും എനിക്കറിയില്ല. ഒരു പുരോഹിതൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ തന്നെ ഞാൻ കല്യാണം കഴിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത്. അപ്പോഴത്തേക്കും നന്ദു അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദുവിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്ദു ഇങ്ങനെ ആലോചിക്കുകയാണ് ചെയ്യുക. അപ്പോഴത്തേക്കും അതിന് ചോദിക്കുന്നുണ്ട്, നീ എന്താ ആലോചിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നീ എന്തിനാ പുരോഹിതൻ്റെ അടുത്തൊക്കെ ചോദിച്ചാൽ, അതൊക്കെ ഇനി മുത്തച്ഛനൊക്കെ അറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിപ്പോൾ പറയുകയാണ്, ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എന്തായാലും മുത്തച്ഛനോടൊന്നും പറയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നെ തിരുമേനി 1-2 പൂജകളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദു പറയാണ്, നീ എന്നെ കൊലയ്ക്ക് കൊടുക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അനി പറയാണ്, ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നിന്നോട്, നമ്മൾ തമ്മിൽ ഒന്നിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫാനിൽ തൂങ്ങിക്കിടക്കുന്ന എന്നെ നീ കാണേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ട്, നീ ബാക്കിയുള്ളവരെയും കുറിച്ചും കൂടെ നീ ആലോചിക്കണം. അതുപോലെ തന്നെ വല്യമ്മയ്ക്കും ആദർശനും മുത്തച്ഛനും മുത്തശ്ശിക്കൊന്നും അമ്മയ്ക്കും അച്ഛനും ഒന്നും നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ അവരെയൊക്കെ ഒന്ന് ആലോചിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനി പറയാണ്, ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദു ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, ഞാൻ SI കഴിഞ്ഞാൽ മിക്കവാറും നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. വേറൊന്നിനുമല്ല, എൻ്റെ പിറകെ നീ കിടന്ന് ശല്യം ചെയ്യുന്നതിന് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നന്ദു പറയണേ, എന്തായാലും ഈ വിഷയമായിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനിയും പറയുന്നത്, അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നമ്മുടെ ഈ ബന്ധം 100% സത്യസന്ധതയോടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അനാമിക എന്നെ വിട്ടു പോകുമ്പോൾ ആ സമയത്ത് നമുക്ക് ഒരുമിക്കണം എന്നൊക്കെ ഇങ്ങനെ അനി പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അനി പറയുന്നുണ്ട്, ഇനി ആ സമയത്ത് നീ എന്നെ അവഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്നും മദ്യപിച്ച് ചെല്ലുന്ന അനന്തപുരിയിലോട്ട് കയറി ചെല്ലുന്ന എന്നെ ആയിരിക്കും എല്ലാവരും കാണുക എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെയും നന്ദു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്യുക. അടുത്തായിട്ട് വേണുവിനെയും രേവതിയാണ് കേട്ടോ കാണിക്കുക. അപ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, നാളെ വിഷു അല്ലേ, മോളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചെടുക്കാൻ പറ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, അങ്ങനെ വിഷുവാണ് വല്ലതും തരണമെന്നൊക്കെ അവൾക്ക് പറയാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവളുടെ അടുത്ത് അവിടെ ഉള്ളവരെ ഒന്ന് സ്നേഹിക്കാനെങ്കിലും പറയാം, ആ നയനയെ ദേവേനെ ചേച്ചി അങ്ങോട്ട് പോയാൽ വിളിച്ചുകൊണ്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അല്ലാതെ എവളിങ്ങനെ മനസ്സിലും പിരിക്കി ഇരുന്നിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും വേണു പറയാണ്, എന്തായാലും ഞാനൊന്ന് അവിടെ വിളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വേണു അനാമികയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനാമിക ഫോൺ എടുത്തിട്ട് പറയാണ്, അച്ഛനൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, മോളെ അമ്മ പറയുന്നുണ്ട് വിഷുവായിട്ട് അവിടുന്ന് വല്ല കനത്തത് വല്ല വാങ്ങിച്ചെടുക്കാനാണ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, എൻ്റെ അമ്മായിയമ്മ വല്ലതും തരുമായിരിക്കും, ബാക്കിയുള്ളവരൊക്കെ തന്നെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, എന്തായാലും മോളെ ഒരു കാര്യം ചെയ്യ്, വിഷുക്കണി ഒരുക്കുന്ന സമയത്ത് അവിടെ പോയി നിൽക്കുക, എല്ലാവരും മോളെ ഒരുക്കുന്നത് കണ്ടിട്ട് അന്തം വിട്ട് പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ.
എല്ലാവരും അങ്ങനെ അത് കണ്ടിട്ട് മോളെ സ്നേഹിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുകയാണ്. അപ്പോഴത്തേക്കും അനാമിക പറയുന്നുണ്ട് ഇവിടെ എല്ലാ വിഷുക്കണി ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ മരുമോന് വിഷുവായിട്ട് എന്താ കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയണം ഞാൻ എന്തായാലും അച്ഛൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി എങ്ങനെ വേണുവിൻ്റെ തന്നെ ഫോൺ തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോഴത്തേക്കും വേണു പറയുന്നുണ്ട് ഒലക്കര മൂടെന്ന് പറയണമെന്നുണ്ട്, പക്ഷേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ മോക്കം കിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും എന്തെങ്കിലും കൊടുക്കണമെന്ന് അനാമിക പിന്നെയും പറയുന്നുണ്ട് കേട്ടോ. നോക്കാമെന്നൊക്കെ എന്ത് കൊടുക്കാനാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അനാമിക പറയും എന്തായാലും ഞാൻ വയ്ക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക വയ്ക്കുന്നുണ്ട് കേട്ടോ ഫോണ്. അപ്പോഴത്തേക്കും വേണു പറയുന്നുണ്ട് എന്തായാലും മരുമോൻ എന്തെങ്കിലും കൊടുക്കണമെന്നാണ് അവൾ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ രേവതിയോട് പറയണം കേട്ടോ. അത് ശരിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാർ തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ട് എത്ര നാളെന്ന് വെച്ചിട്ടാണ് വർക്ക്ഷോപ്പിൽ കിടക്കുന്നതെന്ന് കള്ളം പറയുന്നത്. ഇനിയിപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇനി വിറ്റെന്ന് പറയുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ ഇങ്ങനെ രേവതിയും പറയണം കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വേറെ വല്ല പെൺപിള്ളേരായിരുന്നെങ്കിൽ എല്ലാവരും ഇപ്പോൾ അവളെ സ്നേഹം കൊണ്ട് മുഴുവനെ നമ്മുടെ മോൾക്ക് അതിനുള്ള ബുദ്ധിയില്ലാതായിപ്പോയി. അതുപോലെ തന്നെ അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാവരും അവളെ നല്ലതുപോലെ നോക്കുകയും ചെയ്തതിനെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റുകയും ചെയ്യാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വേണുവും രേവതിയും കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.